ഹായ് എവ്രി വൺ, വെൽക്കം ടു എ വീഡിയോ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഇംഗ്ലീഷ് തീരെ അറിയാത്തവർക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആയിട്ടാണ് കേട്ടോ. അതായത് ചില സിറ്റുവേഷൻസിൽ നമുക്ക് വാക്കുകൾ നാവിലൊന്ന് കിട്ടിയിരുന്നെങ്കിൽ എന്ന് നമ്മൾ വിചാരിക്കാറുണ്ട്, ഒന്ന് പിടിച്ചു നിൽക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് വിചാരിക്കാറുണ്ട്. ബേസിക്സ് പോലും അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഹെൽപ്ഫുൾ ആകുന്ന ഒരു വീഡിയോ ആണ് ഇത്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് തന്നെ കാണാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യാം കേട്ടോ. നന്നായി ക്ലിയർ ആവാൻ വേണ്ടിയിട്ട് നിങ്ങൾ വീഡിയോ ഒരു 2 പ്രാവശ്യം കാണുക, അപ്പോഴേക്കും നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഫസ്റ്റ് നമ്മൾ പഠിക്കുന്നത് അയ്യോ എന്ന് നമ്മൾ മലയാളത്തിൽ പറയാറില്ലേ? അയ്യോ എന്ന് പറയാറുണ്ട് അല്ലേ? ഇതിന് ഇംഗ്ലീഷിൽ നമ്മൾ എന്താ പറയുക? അയ്യോ എന്നുള്ളതിന് കറക്റ്റായിട്ടൊരു ട്രാൻസ്ലേഷൻ നമുക്ക് ഇംഗ്ലീഷിലില്ല. സോ അയ്യോ എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഐ എം സോറി എന്നാണ്. ഐ എം സോറി. നമുക്ക് എന്തെങ്കിലും തെറ്റ് പറ്റിപ്പോയാൽ പെട്ടെന്ന് നമ്മൾ അയ്യോ എന്ന് പറയും, അതിന് പകരം നമുക്ക് ഐ എം സോറി എന്ന് പറയാം. ഒരാൾ നമ്മളുടെ അടുത്ത് എന്തെങ്കിലും ഉപകാരം ചെയ്തു തരുമോ എന്ന് ചോദിക്കുകയാണ്. അപ്പം നമുക്കത് ചെയ്യാൻ പറ്റില്ലെങ്കിൽ നമ്മൾ അയ്യോ എനിക്ക് പറ്റില്ല എന്ന് പറയാറില്ലേ? എങ്ങനെ പറയും? ഐ എം സോറി, എനിക്ക് കഴിയില്ല. ഐ കാണ്ട്. എനിക്ക് കഴിയില്ല. ഐ കൻ നോട്ടിൻ്റെ ഷോർട്ടാണ് കേട്ടോ, ഐ കാണ്ട്. ഇനി ഒരാൾ ചോദിക്കുകയാണ്, നീ കൊണ്ടുവരാമെന്ന് പറഞ്ഞ പുസ്തകം എവിടെ? അയ്യോ ഞാൻ മറന്നുപോയി. എങ്ങനെ ചോദിക്കും? ഐ എം സോറി, ഐ ഫുഗോട്ട്. ഞാൻ മറന്നു. അത് എന്ന് പറയാനായിട്ട് നമ്മൾ ദാറ്റ് യൂസ് ചെയ്യും. ഐ ഫുഗോട്ട് ദാറ്റ്. ഞാനത് മറന്നു. അയ്യോ സോറി എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്തു. ക്ലിയർ ആണോ? എന്തെങ്കിലും കാര്യത്തിന് നമ്മളിങ്ങനെ അയ്യോ പറ്റിയില്ല, അയ്യോ ഞാൻ ചെയ്തില്ല, അയ്യോ ഞാൻ ഉദ്ദേശിച്ചില്ല, എങ്ങനെ പറയും? ഐ എം സോറി, ഐ ഡിൻറ്റ് മീൻ ദാറ്റ്. ഓക്കെ, ഐ എം സോറി എന്ന് പറയാം. എന്നിട്ട് ഐ ഡിൻറ്റ് മീൻ ദാറ്റ്. ഞാനത് ഉദ്ദേശിച്ചില്ല, ഞാനത് ഉദ്ദേശിച്ച് ചെയ്തതല്ല എന്നൊക്കെ പറയാം. ഇനി നിങ്ങൾ, ഞാനിപ്പോൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾ എൻ്റെ ഒരു തെറ്റ് ചൂണ്ടിക്കാട്ടി. അപ്പം ഞാൻ അയ്യോ അതെൻ്റെ തെറ്റാട്ടോ, ഞാൻ പറഞ്ഞത് ആ തെറ്റ് എൻ്റെ തെറ്റാണ്. എങ്ങനെ ഞാൻ പറയും? ഐ എം സോറി, മൈ മിസ്റ്റേക്ക്. അല്ലെങ്കിൽ മൈ ബാഡ്, എൻ്റെ തെറ്റാണ്. അല്ലെങ്കിൽ മൈ മിസ്റ്റേക്ക് എന്നെനിക്ക് പറയാം. ക്ലിയർ ആണോ? അപ്പം അയ്യോന്ന് ഇങ്ങനെയാണ് നമ്മൾ പറയാം. ഇനി നമ്മൾ പറയുന്ന കാര്യമാണ് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ. അതെങ്ങനെയാ പറയാ? നമ്മൾ അങ്ങനെ ചെയ്യ്, ഇങ്ങനെ വായിക്ക്, ഇങ്ങനെ എഴുത് എന്നൊക്കെ പറയാറുണ്ട്. അങ്ങനെ എന്ന് പറയാനായിട്ട് നമ്മൾ ലൈക്ക് ദാറ്റ് എന്നാണ് പറയേണ്ടത്. എങ്ങനെയാണ്? ലൈക്ക് ദാറ്റ്. അങ്ങനെ. അങ്ങനെ എഴുത് എങ്ങനെ പറയും? റൈറ്റ് ലൈക്ക് ദാറ്റ്. അങ്ങനെ നടക്ക്, വാക്ക് ലൈക്ക് ദാറ്റ്. അങ്ങനെ ഓട്, റൺ ലൈക്ക് ദാറ്റ്. ഇങ്ങനെ ലൈക്ക് ദാറ്റ് എന്ന് വെച്ചാൽ അങ്ങനെ എന്നാണ് അർത്ഥം. ഇനി ഇങ്ങനെ എന്ന് പറയണമെങ്കിലോ എന്തായിരിക്കും? ലൈക്ക് ദിസ് അല്ലേ? ഇങ്ങനെ, ലൈക്ക് ദിസ്. ഇങ്ങനെ വായിക്ക് എങ്ങനെ പറയാം? ലൈക്ക് ദിസ്. ഇങ്ങനെ വായിക്ക്. അപ്പോൾ റീഡ് ലൈക്ക് ദിസ്. വായിക്കെന്ന് പറയാൻ നമ്മൾ റീഡ് എന്ന് എഴുതും അല്ലേ? റീഡ് ലൈക്ക് ദിസ്. ഇങ്ങനെ വായിക്ക്. ക്ലിയർ ആണോ? പിന്നെ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്ന ഒന്നാണ് ഇപ്പോഴും ഞാൻ പറഞ്ഞു പിന്നെ. പിന്നെ എന്ന് നമ്മൾ പറയാറുണ്ട്. പിന്നെ എന്താ എന്ന് ചോദിക്കാറുണ്ട്. ഇതെങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നത്? പിന്നെ എന്ന് പറയാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ദെൻ എന്നാണ്. ദെൻ. പിന്നെ ഞാൻ പോയി. ദെൻ ഐ വെൻറ്റ്. പിന്നെ ഞാൻ അവളെ കണ്ടു. ദെൻ ഐ സോ ഹർ. ഞാൻ അവളെ കണ്ടു. പിന്നെന്താ എന്ന് നമ്മൾ ചോദിക്കാറുണ്ടല്ലേ? പിന്നെന്താ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് ദെൻ വാട്ട്. സോ നമ്മൾ സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്ന കുറച്ച് വാക്കുകളാണ്. നമുക്ക് യൂഷ്വലി വരാറുണ്ട്. നമ്മൾക്ക് സംസാരിക്കുമ്പോൾ ഒത്തിരി പ്രാവശ്യം പിന്നെന്താ, പിന്നെ എന്തായി, പിന്നെ എന്ത് സംഭവിച്ചു, ദെൻ വാട്ട് ഹാപ്പൻഡ്, പിന്നെ എന്ത് സംഭവിച്ചു എന്ന് ചോദിക്കണമെങ്കിൽ ദെൻ. പിന്നെ വാട്ട് എന്ത്, ഹാപ്പൻഡ് ദെൻ വാട്ട് ഹാപ്പൻഡ് പിന്നെ എന്ത് സംഭവിച്ചു എന്ന് ചോദിക്കാറുണ്ട്. സോ പിന്നെന്ന് പറയാനായിട്ട് നമ്മൾ ദെൻ എന്നുള്ളതാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ചോദിക്കുന്നതാണ് അല്ലേ എന്ന് ചോദിക്കാറുണ്ട്. നമ്മൾ എപ്പോഴും ചോദിക്കാറുണ്ട് ഇങ്ങനെയാണ് അല്ലേ, അതങ്ങനെയാണ് അല്ലേ എന്ന് ചോദിക്കാറുണ്ട്. ഇത് ഇംഗ്ലീഷിൽ എങ്ങനെയാണ് ചോദിക്കുക? നോ എന്നാണോ? അല്ല. ഇത് ഇംഗ്ലീഷിൽ ചോദിക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഈസിൻറ്റ് ഇറ്റ് എന്നാണ്. ഈസിൻറ്റ് ഇറ്റ്. അല്ലേ, അല്ലേ. ഈസിൻറ്റ് ഇറ്റ്,
ഇനി ആണോ എന്ന് ചോദിക്കാനോ? നമ്മൾ ചിലപ്പോൾ ആണോ എന്ന് ചോദിക്കും. അതിന് നമ്മൾ ഇംഗ്ലീഷിൽ ഈസ് ഇറ്റ് എന്നാണ് ചോദിക്കുക. ആണോ, ഈസ് ഇറ്റ്. അല്ലേ, ഈസിൻറ്റ് ഇറ്റ്. ഓക്കെ, ഈസിൻറ്റ് ഇറ്റ് അല്ലേ, ഈസ് ഇറ്റ് ആണോ എന്നാണ് നമ്മൾ ചോദിക്കുന്നത്. ഇനി നമ്മൾ എപ്പോഴും സോ 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 എന്ന് പറയാറുണ്ട്. സോ എന്ന് വെച്ചാൽ അതുകൊണ്ട്, അതുകൊണ്ട്. ഓക്കെ, അവൾ അത് പറഞ്ഞു, അതുകൊണ്ട് ഞാൻ മിണ്ടിയില്ല. സോ അതുകൊണ്ട് ഐ ഡിഡൻറ്റ് സ്പീക്ക്. അതുകൊണ്ട് ഞാൻ സംസാരിച്ചില്ല. അതുകൊണ്ട് ഞാൻ പോയില്ല. സോ ഐ ഡിഡൻറ്റ് ഗോ. നമ്മൾ ഇംഗ്ലീഷിൽ അല്ലാണ്ട് മലയാളത്തിൽ സംസാരിക്കുമ്പോഴും നമ്മളുടെ മലയാളം സെൻറ്റൻസസിൻ്റെ ഇടയിൽ കുറച്ച് ഇതുപോലുള്ള വാക്കുകളൊക്കെ നമുക്ക് ആദ്യം യൂസ് ചെയ്ത് ശീലിക്കാം. നിങ്ങൾക്ക് ഇംഗ്ലീഷിലേക്ക് സ്വിച്ച് ചെയ്യാൻ ഭയങ്കര മടിയുള്ള ആളുകളാണെങ്കിൽ ഇതുപോലുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള കുഞ്ഞു കുഞ്ഞു വേർഡ്സ് ഒക്കെ നമുക്ക് ഉപയോഗിക്കാം. അതുകൊണ്ട് എന്ന് പറയുന്നതിന് സമയത്ത് നിങ്ങൾക്ക് എന്ത് പറയാം? അതിന് പകരം സോ എന്ന് പറയാം. ഓക്കെ, ഞാൻ ഇന്നലെ അവിടെ പോയിരുന്നു, അപ്പോൾ എനിക്ക് അവളെ കാണണമെന്നുണ്ടായിരുന്നു, അപ്പോൾ അവളെന്തോ തിരക്കിലായിരുന്നു, സോ എനിക്ക് അവളെ കാണാൻ പറ്റിയില്ല. എന്താ അർത്ഥം? അതുകൊണ്ട് എനിക്ക് അവളെ കാണാൻ പറ്റിയില്ല എന്നാണ് അർത്ഥം. ക്ലിയർ ആണോ? ഇതുപോലുള്ള യൂസ്ഫുൾ വേർഡ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അടുത്ത നമ്മൾ പഠിക്കുന്നത് എന്താ? ഇവിടെ നോക്കൂന്ന് എങ്ങനെ പറയാമെന്ന്. സിമ്പിളായിട്ട് പറയാം അല്ലേ? ദേ ഇവിടെ നോക്കൂ. നമ്മൾ എങ്ങനെയാ പറയാ? ലുക്ക് ഹിയർ, ലുക്ക് ഹിയർ. ഇവിടെ നോക്കൂ, ലുക്ക് ഹിയർ. ഇവിടെ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ ലുക്ക് ഹിയർ, ഇവിടെ ഒന്ന് നോക്കൂ എന്ന് പറഞ്ഞിട്ട് നമുക്ക് കാര്യം പറയാം അല്ലേ? ഇനി അങ്ങോട്ട് നോക്കൂ എന്ന് പറയണമെങ്കിൽ നമുക്ക് ലുക്ക് ദെയർ എന്നുള്ളത് യൂസ് ചെയ്യാം. ലുക്ക് ദെയർ. നമ്മളിങ്ങനെ നടന്നു പോവാണല്ലേ, അപ്പോൾ നമ്മൾ പോകുന്ന സമയത്ത് നമ്മൾ വഴി കൂടെ പല കാര്യങ്ങൾ കാണും. അപ്പോൾ നമ്മൾക്ക് ഇത് അങ്ങോട്ട് നോക്കൂ എന്ന് പറയാൻ വേണ്ടിയിട്ട് ലുക്ക് ദെയർ എന്ന് പറയാം. ഇങ്ങോട്ട് നോക്കൂ, ഇതിലേക്കൊന്ന് വരൂ, വേറെ ശ്രദ്ധിച്ചിരിക്കുകയാണെങ്കിൽ ഇങ്ങോട്ടൊന്ന് വരൂ, ഇതിലേക്ക് നോക്കൂ, ഇവിടെ നോക്കൂ എന്ന് പറയാനായിട്ട് നമുക്ക് ലുക്ക് ഹിയർ എന്നുള്ളത് പറയാം. ക്ലിയർ ആയിട്ട് പഠിച്ചോ? എവിടെ നോക്കട്ടെ, കാണിക്ക് എന്ന് നമ്മൾ പറയാറുണ്ടല്ലേ? നോക്കട്ടെ, കാണിക്ക് എന്ന് പറയാറുണ്ട്. അതിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഷോ മീ എന്നാണ്. ഷോ മീ. അപ്പോൾ ഫോണിൽ ഇൻസ്റ്റഗ്രാമിൽ എന്തോ റീല് കണ്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചിരിച്ചിരിക്കുകയാണ് നമ്മളുടെ ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ ചോദിക്കും, എന്താ നോക്കട്ടെ, എന്നെ ഒന്ന് കാണിക്ക് എന്ന് പറയാറുണ്ട്. അതിന് നമുക്ക് ഷോ മീ പ്ലീസ്, അല്ലെങ്കിൽ പ്ലീസ് ഷോ മീ, അല്ലെങ്കിൽ ഫ്രണ്ട്സ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ഷോ മീ എന്ന് പറയാം അല്ലേ? അപ്പോൾ ഷോ മീ എന്ന് വെച്ചാൽ എന്നെ കാണിക്ക്. ഷോ എന്ന് വെച്ചാൽ പ്രദർശിപ്പിക്കുക എന്നൊക്കെയുള്ള അർത്ഥമുണ്ട് കേട്ടോ. അപ്പോൾ ഷോ മീ എന്ന് നമുക്ക് യൂസ് ചെയ്യാം. ക്ലിയർ? ഇനി എന്തെന്ന് ചോദിക്കാനായിട്ട് നമ്മൾ വാട്ട് എന്നാണ് യൂസ് ചെയ്യുക. വാട്ട്, നിങ്ങൾ എൻ്റെ കൂടെ ഒന്ന് പറഞ്ഞു നോക്കൂ. വാട്ട്, എന്ത്. വാട്ട്, എന്ത്. എന്തിന് എന്ന് ചോദിക്കണമെങ്കിലോ, എന്തിന് എന്ന് ചോദിക്കാനായിട്ട് നമ്മൾ ഫോർ വാട്ട് എന്നാണ് യൂസ് ചെയ്യുന്നത്. ഫോർ വാട്ട്, എന്തിന്, എന്തിനു വേണ്ടി, ഫോർ വാട്ട്. അപ്പോൾ നിന്റെ പാസ്വേഡ് ഒന്ന് പറഞ്ഞതാ, നമ്മളുടെ ഫ്രണ്ട് വന്ന് ചോദിക്കുകയാണ്. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും ചോദിക്കും എന്തിന് എന്ന് ചോദിക്കും അല്ലേ? അതിന് നമ്മൾ യൂസ് ചെയ്യുക ഫോർ വാട്ട് എന്നാണ് നമ്മൾ ചോദിക്കുന്നത്. എന്തിന്, ഫോർ വാട്ട്. ഓക്കെ, അപ്പോൾ വാട്ട്, എന്ത്. ഇനി ഏതെന്ന് ചോദിക്കണമെങ്കിൽ നമ്മൾ വിച്ച് എന്നാണ് പറയുന്നത്. വിച്ച് അല്ലെങ്കിൽ വിച്ച് വൺ എന്നൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. വിച്ച് എന്ന് ചോദിച്ചാലും മതി കേട്ടോ. ഏത്, വിച്ച്, ഏത്, വിച്ച് വൺ എന്ന് നമുക്ക് ചോദിക്കാം. ക്ലിയർ? ഇനി നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉള്ളൊരു കാര്യമാണ് നമ്മൾ ഇനി ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഹൂ, ഹൂസ്, സോറി, ഹൂ, ഹൂസ്, ഹൂം. ഇതൊക്കെ എങ്ങനെ യൂസ് ചെയ്യണം, ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും കൺഫ്യൂഷനാണ്. അപ്പോൾ നമുക്കത് പഠിക്കാം. ഹൂ എന്ന് വെച്ചാൽ ആര് എന്നാണ്. ആര്. ഓക്കെ, ഹൂ ഇസ് യുവർ ഫ്രണ്ട്, നിന്റെ ഫ്രണ്ട് ആരാണ്. ഓക്കെ, ഹൂ ഇസ് യുവർ മദർ, നിന്റെ അമ്മ ആരാണ്. ഹൂ ഇസ് യുവർ ടീച്ചർ, നിങ്ങളുടെ അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപിക ആരാണ് എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഹൂ എന്ന് ഉപയോഗിച്ചു. ആര് എന്നാണ് അർത്ഥം. നെക്സ്റ്റ് ഇസ് ഹൂസ്. ഹൂസ് എന്ന് വെച്ചാൽ ആരുടെ. ഹൂസ് പെൻ ഇസ് ദിസ്, ഇത് ആരുടെ പേനയാണ്. ഹൂസ് പെൻ ഇസ് ദിസ്, ഇത് ആരുടെ പേനയാണ്. ആരുടെ പേന, ഹൂസ് പെൻ. ഹൂസ് ചെയർ ഇസ് ദിസ്, ഇത് ആരുടെ കസേരയാണ്. ഹൂസ് എന്ന് വെച്ചാൽ ആരുടെ. ഹൂം എന്ന് വെച്ചാലോ ആരെയാ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ,
ആരെയാ? Whom do you want? നിനക്ക് ആരെയാ വേണ്ടത്? Whom do you want? നിനക്ക് ആരെയാ വേണ്ടത്? കുട്ടികളോട് ചോദിക്കില്ലേ, നിനക്ക് ആരെയാ ഇഷ്ടം? Whom do you like the most? കൂടുതൽ ഇഷ്ടം ആരെയാ? ദാറ്റ്സ് ആക്ച്വലി നോട്ട് എ ഗുഡ് ക്വസ്റ്റ്യൻ, പക്ഷെ ഞാൻ നിങ്ങളെ പഠിപ്പിച്ചു തരാണ്. Whom എന്ന് വെച്ചാൽ ആരെയാ. ക്ലിയർ ആണോ? Whom ആരെയാ. Whom did you call? നീ ആരെയാ വിളിച്ചേ? ക്ലിയർ ആണോ? അപ്പോൾ നിങ്ങളുടെ ടാസ്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് വെച്ചിട്ട് ഹി, ഹൂ, ഹൂസ്, ഹൂം വെച്ചിട്ട് ഓരോ സെൻറ്റൻസസ് മേക്ക് ചെയ്തിട്ട് കോമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് ഹൗ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഹൗ നമ്മൾ യൂസ് ചെയ്യുന്നത് എങ്ങനെ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടാണ്. എങ്ങനെയുണ്ട്? ഹൗ ആർ യു? നിനക്ക് എങ്ങനെയുണ്ട്? ഓക്കെ, ഹൗ ആർ യു? നിനക്ക് എങ്ങനെയുണ്ട്? ഓക്കെ, ഹൗ ഡിഡ് യു ഡു ദിസ്? നീ ഇത് എങ്ങനെ ചെയ്തു? ഓക്കെ, ഹൗ ക്യാൻ യു ടെൽ? നിനക്ക് എങ്ങനെ പറയാൻ കഴിയും? സോ എങ്ങനെയെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഹൗ യൂസ് ചെയ്യുന്നത്. പക്ഷേ ഇങ്ങനെ എഴുതുമ്പോൾ ഹൗ ലോങ് എന്ന് ചോദിച്ചാൽ എത്ര സമയം? ഹൗ ലോങ് ഷുഡ് ഐ വെയിറ്റ്? ഞാൻ എത്ര സമയം വെയിറ്റ് ചെയ്യണം? ഹൗ ലോങ് വിൽ ഇറ്റ് ടേക്ക്? എത്ര സമയം എടുക്കും? ഹൗ ലോങ് എന്ന് വെച്ചാൽ എത്ര സമയം. ഹൗ ഫാർ എന്ന് വെച്ചാൽ എത്ര ദൂരം. ഓക്കെ, ഹൗ ഫാർ എത്ര ദൂരം. ഹൗ ടോൾ എന്ന് വെച്ചാലോ എത്ര നീളം. ഓക്കെ, എത്ര നീളം. ഹൗ ഫാർ ഇസ് ബാംഗ്ലൂർ? ബാംഗ്ലൂർ എത്ര ദൂരെയാണ്? ക്ലിയർ? അപ്പം ഇങ്ങനെ എത്ര ദൂരം, എത്ര നീളം, എത്ര സമയം എന്നൊക്കെ ചോദിക്കാനും നമ്മൾ ഹൗ എന്നുള്ളത് ഉപയോഗിച്ചു. നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് വേർ ആണ്. വേർ എന്ന് വെച്ചാൽ എന്താ? എവിടെ. Where are you? നീ എവിടെയാണ്? Where are you? നീ എവിടെയാണ്? Where is your home? നിന്റെ വീട് എവിടെയാണ്? അല്ലെങ്കിൽ Where is your school? നിന്റെ സ്കൂൾ എവിടെയാണ്? കണ്ടോ? അപ്പോൾ വേറെ എന്ന് വെച്ചാൽ എവിടെ. അപ്പം നമ്മൾ ഇന്ന് പഠിച്ചത് തുടക്കക്കാർക്ക് ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്, കുറച്ച് വാക്കുകളാണ്. അപ്പോൾ നിങ്ങൾ തീരെ ഇംഗ്ലീഷ് യൂസ് ചെയ്യാത്ത ആളുകളാണ്, പക്ഷേ ഇനി മുതൽ നിങ്ങൾക്ക് ഇംഗ്ലീഷ് യൂസ് ചെയ്യാൻ ഭയങ്കര ആഗ്രഹമാണെങ്കിൽ നിങ്ങളിപ്പോൾ ഈ പഠിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ വെൽ ആൻഡ് ഗുഡ്. ക്ലിയർ ആയിട്ടില്ലെങ്കിൽ വീഡിയോ ഒരു പ്രാവശ്യം കൂടെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലിയർ ആവും. അപ്പോൾ നിങ്ങളിതൊക്കെ നിങ്ങളുടെ ഡെയിലി ലൈഫിൽ നിങ്ങൾ തന്നെ കോൺവെർസേഷൻസ് ക്രിയേറ്റ് ചെയ്തിട്ട് അവിടെ ഇത് ഉപയോഗിക്കാൻ വേണ്ടി ട്രൈ ചെയ്യണം. ഓക്കെ, അതുകൊണ്ട് എന്ന് പറയുന്ന സിറ്റുവേഷൻസിൽ നിങ്ങൾ സോ ഉപയോഗിക്കുന്നു. എന്തിന് എന്ന് ചോദിക്കണമെങ്കിൽ ഫോർ വാട്ട് എന്ന് ചോദിക്കുന്നു. അപ്പോൾ ഇതുപോലെ ഇന്ന് നമ്മൾ പഠിച്ച ഓരോരോ കുഞ്ഞു കുഞ്ഞു വാക്കുകൾ നിങ്ങൾ നിങ്ങളുടെ കോൺവെർസേഷനിൽ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ താഴെ കോമെൻറ്റ് സെക്ഷനിൽ എന്നെ അറിയിക്കുക. പ്ലീസ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു ദിസ് ചാനൽ. താങ്ക് യു സോ മച്ച് എവ്രി വൺ.